തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ ബി.ജെ.പി. സംസ്ഥാന ഘടകത്തിൽ അടി തുടങ്ങി. ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് പി.കെ. കൃഷ്ണദാസ് പക്ഷം. തെരഞ്ഞെടുപ്പ് വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാൻ ആദ്യം കോർ കമ്മിറ്റി ചേരാത്തതിലായിരുന്നു പ്രതിഷേധം. അതേസമയം യോഗത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്തെ ശോഭാ സുരേന്ദ്രന്റെ പരാമർശത്തിലുള്ള അതൃപ്തി പ്രകാശ് ജാവദേക്കർ നേരിട്ട് അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആദ്യം കോർ കമ്മിറ്റി യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പ് വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കലായിരുന്നു ബി.ജെ.പിയുടെ പതിവ് രീതി. എന്നാൽ കോർ കമ്മിറ്റി യോഗത്തിൽ നേതാക്കളുടെ വിമർശനം കടുക്കും എന്ന് കണ്ട് ആദ്യം നേതൃയോഗം ചേർന്നു. ഇതിൽ കടുത്ത അതൃപ്തിയാണ് പി.കെ. കൃഷ്ണദാസ് പക്ഷ നേതാക്കൾക്കുണ്ടായിരുന്നത്. തുടർന്ന് ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗത്തിൽ നിന്ന് പി.കെ. കൃഷ്ണദാസ്, എം.ടി. രമേശ്, എ.എൻ. രാധാകൃഷ്ണൻ എന്നിവർ വിട്ടുനിന്നു. നേതാക്കളുടെ വിട്ടുനിൽക്കലിനെ തുടർന്ന് നേതൃയോഗത്തിനു ശേഷം ഇന്ന് തന്നെ കോർ കമ്മിറ്റി യോഗം ചേരാനാണ് ഇപ്പോഴത്തെ ആലോചന. അതേസമയം ശോഭാ സുരേന്ദ്രനെതിരെ പ്രകാശ് ജാവദേക്കർ നേതൃയോഗത്തിൽ കടുത്ത അതൃപ്തി അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്തെ ശോഭയുടെ പരാമർശങ്ങൾ പാർട്ടിയുടെ വിശ്വാസ്യത തകർത്തു. പലരുമായും നേതാക്കൾ ചർച്ച നടത്തും. എന്നാൽ അത് തുറന്നു പറയുന്നത് കേരളത്തിൽ മാത്രമാകും. ഇ.പിയുമായുള്ള കൂടിക്കാഴ്ച ശോഭ എങ്ങനെ അറിഞ്ഞുവെന്നും ജാവദേക്കർ ചോദിച്ചു. ശോഭ ചെയ്തത് തെറ്റാണെന്നും അദ്ദേഹം കടുത്ത ഭാഷയിൽ പറഞ്ഞു. കൂടിക്കാഴ്ച നടന്നെന്ന് സംബന്ധിച്ച കെ. സുരേന്ദ്രന്റെ നടപടിയും ശരിയായില്ലെന്ന് ജാവദേക്കർ പറഞ്ഞു. ദേശീയ നേതാക്കൾ നടത്തുന്ന ഇടപെടലുകൾ സ്വന്തം പബ്ലിസിറ്റിക്കായി സംസ്ഥാന നേതാക്കൾ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നതായിരുന്നു ജാവദേക്കറുടെ പ്രധാന വിമർശനം. അതിനിടെ തന്നെ തോൽപ്പിക്കാൻ വി. മുരളീധരപക്ഷം ശ്രമിച്ചെന്ന ആരോപണം ശോഭാ സുരേന്ദ്രനും യോഗത്തിൽ ഉന്നയിച്ചു. ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിന് കാക്കാതെ പോര് കടുക്കുകയാണ് സംസ്ഥാന ബി.ജെ.പിക്കുള്ളിൽ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.